അമ്മ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം തടയാൻ കാരണമായ ശ്വേത മേനോന്റെ ഹർജിയിൽ കക്ഷി ചേരുന്നതിനായി അൻസിബ ഹസൻ അപേക്ഷ നൽകും. എറണാകുളം മുൻസിഫ് കോടതിയിലാണ് അപേക്ഷ നൽകുക. കോടതിയുടെ മുൻ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. ഇതിനിടെ കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ പഴയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുനരുജ്ജീവിപ്പിക്കാൻ ശ്വേത മേനോൻ നീക്കം തുടങ്ങി. ശ്വേതയുടെ ഹർജി പരിഗണിച്ച എറണാകുളം മുൻസിഫ് കോടതി അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയിരുന്നു. നിലവിൽ ശ്വേതയുടെ നിയന്ത്രണത്തിലുള്ള കമ്മിറ്റി പ്രവർത്തനം തുടരാനും കോടതി അനുമതി നൽകിയിരുന്നു. ഈ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് അൻസിബ മുൻസിഫ് കോടതിയെ സമീപിക്കുന്നത്. പ്രത്യേക ഹർജി സമർപ്പിക്കാതെ ശ്വേതയുടെ ഹർജിയിൽ അൻസിബ കക്ഷി ചേരും. തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് അൻസിബയുടെ ആവശ്യം. ഇതിനിടെ മുൻസിഫ് കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ രാജിവെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുനരുജ്ജീവിപ്പിക്കാൻ ഒരു വിഭാഗം നീക്കം ആരംഭിച്ചു. ശ്വേത മേനോൻ പ്രസിഡന്റായ അമ്മ ഭരണസമിതി ഉടൻ യോഗം ചേരാനാണ് തീരുമാനം. രാജിക്കാര്യം ശ്വേത മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഔദ്യോഗികമായി രാജിക്കത്ത് സമർപ്പിച്ചിട്ടില്ല. അതിനാൽ സാങ്കേതികമായി ശ്വേത മേനോൻ പ്രസിഡന്റായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിലുണ്ട്. രാജിക്കത്ത് ഔദ്യോഗികമായി നൽകിയ 4 പേർ ഒഴികെയുള്ളവരെ വിളിച്ചു ചേർത്ത് കമ്മിറ്റി ചേരാനാണ് തീരുമാനം. രമേഷ് പിഷാരടി കൺവീനറായ അഡ്ഹോക് കമ്മിറ്റിക്ക് ശ്വേത വിഭാഗം ഇതുവരെ അധികാരം കൈമാറിയിട്ടില്ല. കലൂരിലെ ഓഫീസിന്റെ നിയന്ത്രണം ഇപ്പോഴും ശ്വേത മേനോൻ പക്ഷത്തിന്റെ കൈവശമാണ്. മുൻസിഫ് കോടതി ഉത്തരവിന്റെ പിൻബലത്തിലാണ് ശ്വേത മേനോന്റെ നീക്കങ്ങൾ എന്നതിനാലാണ് കേസിൽ കക്ഷി ചേരാൻ അൻസിബയും കൂട്ടരും നീക്കം തുടങ്ങിയത്. കൈരളി ന്യൂസ്, കൊച്ചി.